അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നമ്മുടെ കൂട്ടുകെട്ട് നന്നായാൽ നമ്മൾ നന്നാകും. നമ്മുടെ കൂട്ടുകെട്ട് ചീത്തയായാൽ നമ്മളും ചീത്തയാകും. അങ്ങനെയാണ് സ്വാഭാവികം. അപ്പോൾ നാം ആരുടെ കൂടെ ഇരിക്കുന്നു, ആരുടെ കൂടെ കൂടുന്നു എന്ന വിഷയം അത് വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്. ഞാൻ നല്ലവനാണ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നവനാണ്, ഇബാദത്തുള്ളവനാണ് എന്ന് മാത്രം കരുതിയാൽ പോരാ. എൻ്റെ കൂട്ടുകെട്ട്, എൻ്റെ ചങ്ങാതിമാരും അവർ നല്ലവരല്ലെങ്കിൽ എൻ്റെ ഇബാദത്തുകളെല്ലാം കുറഞ്ഞു പോകും. ഞാൻ പിന്നീട് അവരെ പോലെ ആയിത്തീരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ കൂട്ടുകെട്ട് എന്നുള്ളത്. മഹാന്മാർ പറയുന്നു, മൻ ജലസ മഅ സമാനിയത്തി അസ്വനാഫിൻ സാദല്ലാഹു സമാനിയത്ത അഷിയ. ഒരു 8 കൂട്ടരെ കൂടെ നാം ഇരുന്നാൽ വ്യത്യസ്തമായ 8 വിധത്തിലുള്ള സ്വഭാവമാണ് നമുക്ക് വരിക. അതിൽ ഒന്ന് മൻ ജലസ മഅൽ ഉമറായി. ഒരാൾ നേതാക്കളോടാണ്, ഉമറാക്കളോടാണ് ഒരാൾ കൂട്ടുകെട്ടിയതെങ്കിൽ സാദല്ലാഹുൽ കിബ്റ വ ഖസാവത്തുൽ ഖൽബ്, അവന് കിബിറ് കൂടും. അതോടെ തന്നെ കൽബ് കസാവത്തായിരിക്കും, കടുപ്പപ്പെട്ട കൽബായിരിക്കും. കാരണം ഉമറാക്കൾ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, കിബിറന്മാരും ആ രീതിയിലായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. സ്ഥാനത്തിന് കൊതിക്കുന്നവരും അധികാരത്തിന് കൊതിക്കുന്നവരും സ്നേഹമില്ലാത്ത അതേ ആ കൽബിൻ്റെ കസാവത്തായിരിക്കും അതിലൂടെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുക. അതാണ് ഉമറാക്കളെ കൂടെ നാം കൂടിയാൽ. അതേ സമയത്ത് വമൻ ജലസമാൽ അഗ്നിയായി, ഒരാൾ പണക്കാരെ കൂടെ കൂടിയാലോ സാദല്ലാഹുൽ ഹിർസ ഫിദ് ദുനിയ വമാ ഫീഹ, അവനിക്ക് ദുനിയാവിനോടുള്ള കൊതിയാണ് കൂടുക. കാരണം പണക്കാർ പിന്നെ അങ്ങനെയാണല്ലോ, എത്ര പണം ഉണ്ടായാലും ഇതിനെ ഒന്നും കൂടി അങ്ങനെ പെരുപ്പിക്കുക, ഇതിനെ ഒന്നും കൂടി അങ്ങനെ ജാസ്തിയാക്കുക എന്ന ചിന്തയാണല്ലോ. അപ്പോൾ പണക്കാരെ കൂടെ കൂടുമ്പോൾ ദുനിയാവിനോടുള്ള താല്പര്യമാണ് കൂടുക. അതേ സമയത്ത് വമൻ ജലസ മഅൽ ഫുഖറായി, ഒരാൾ ഫക്കീറന്മാരെ കൂടെയാണ് കൂടുക, അവന്റെ സ്വഭാവം അവരെ കൂടെയാണ്. എന്നാൽ സാദല്ലാഹു റിള ബിമാ ഖസമല്ലാഹു തആല, അവന് അല്ലാഹു നൽകിയതിൽ തൃപ്തി ഉണ്ടാകും. കാരണം ഫക്കീരന്മാരെ ജീവിതം ഒന്ന് നോക്കിയാൽ നമുക്ക് വലിയ അത്ഭുതപ്പെട്ടു പോകും. കാരണം നമ്മൾ ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു രീതിയിലാണ് അവർ ജീവിക്കുക. അവർക്ക് ചെറിയ പണം മതി, ചെറിയ ആവശ്യങ്ങൾ മതി, അതിലൊക്കെ അവർ തൃപ്തിപ്പെട്ട് അവരുടെ കുടുംബത്തിനെ അവരെ കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് എത്ര ഉണ്ടായാലും മതിയാകുന്നില്ലല്ലോ എന്നൊരു ചിന്ത വരും. അപ്പോൾ ഉള്ളതിൽ തൃപ്തിപ്പെടണമെന്നുള്ള ആ വലിയ ചിന്ത ഫക്കീറന്മാരെ കൂടെ കൂടിയാൽ കിട്ടുന്നതാണ്. അതേ സമയത്ത് വമൻ ജലസ മഅ സുബിയാനി, കുട്ടികളോട് കൂടെ ഒരാൾ കൂടിയാൽ സാദല്ലാഹുൽ ലഹ്വ വൽ ലഇബ, അവന് അനാവശ്യം കളി തമാശയാണ് കൂടുതൽ ഉണ്ടാവുക. കുട്ടികൾ അങ്ങനെയാണല്ലോ. അതേ സമയത്ത് വമൻ ജലസ മഅ നിസിയാനി, ഒരാൾക്ക് പെണ്ണുങ്ങളോട് കൂടെയാണ്, എവിടെയാണെങ്കിലും എവിടെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായാൽ അയാൾ പോയി ഇരിക്കുന്നത് പെണ്ണുങ്ങളെടുക്കലാണ്. എന്നാൽ സാദല്ലാഹുൽ ജഹ്ല വശഹ്വത, അദ്ദേഹത്തിനേക്ക് കൂടുക വികാരങ്ങളും വിവരക്കേടുകളാണ്. വമൻ ജലസ മഅ സ്വാലിഹീൻ, ഒരാൾ സ്വാലിഹീങ്ങളെ കൂടെ കൂടിയാലോ സാദല്ലാഹു റഗ്ബത ഫി ത്വാഅത്തി, അയാൾക്ക് ഇബാദത്തിൽ വലിയ ആഗ്രഹം കൂടും. കാരണം സ്വാലിഹീങ്ങളെ ജീവിതങ്ങളെ കാണുമ്പോൾ, അവർ ധാരാളം നിസ്കരിക്കുമ്പോൾ, ധാരാളം ഖുർആൻ ഓതുമ്പോൾ, ധാരാളം ദിക്ർ ചൊല്ലുമ്പോൾ അവനിക്കും അതിനോട് ധാരാളം താല്പര്യം തോന്നും. അതേ സമയത്ത് വമൻ ജലസ മഅൽ ഉലമാഇ, ഒരാൾ ആലിമീങ്ങളെ കൂടെയാണ് കൂടുകയാണെങ്കിൽ സാദല്ലാഹുൽ ഇൽമ വൽ വറഅ, അവനിക്ക് ഇൽമും വറഉം സൂക്ഷ്മതയും തഖ്വയാണ് അയാളുടെ ജീവിതത്തിൽ കൂടുക. വമൻ ജലസ മഅൽ ഫുസാഖ്, ഒരാൾ ഫാസിഖീങ്ങളുടെ കൂടെയാണ് കൂടുക. എന്നാൽ സാദല്ലാഹു ദംബ വ തസ്വീഫി തൗബ, അതേ അയാളുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകളും തൗബ ചെയ്യണമെന്ന ചിന്ത അദ്ദേഹത്തിന്റെ കൽബിൽ ഇല്ലാതെയായി പോകും. ഇങ്ങനെ 8 രീതിയിലുള്ള ആൾക്കാരെ കൂടെ കൂടിയാൽ അവരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടുന്നത് ഈ രീതിയിലുള്ള 8 രീതിയിലുള്ള സ്വഭാവമാണ്. അപ്പോൾ നാം ചിന്തിക്കുക, നാം ആരെ കൂടെയാണ് കൂടുന്നത്, ഏത് സ്വഭാവമാണ് നമ്മിൽ
ഇങ്ങോട്ട് പകർന്നു കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഏത് നല്ല സ്വഭാവമാണ് കിട്ടേണ്ടത്, അവരെ കൂടെ കൂടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.